ഇവിടെ നമുക്ക് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ എന്നുള്ള ഒരു ചാപ്റ്ററെ പറ്റി നമുക്ക് നോക്കാം. പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡേറ്റിലായിരിക്കും. ഇപ്പോൾ 1 ഏപ്രിൽ 2020 തുടങ്ങുന്ന ഒരു കമ്പനി, എന്നാൽ ഏപ്രിൽ മെയ് ജൂൺ വരെ അത് ഇൻകോർപ്പറേഷൻ, അതായത് ഒഫീഷ്യലി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഒരു 3 മാസം കഴിഞ്ഞപ്പം, അതായത് ഏപ്രിൽ മെയ് ജൂൺ, ജൂലൈ 1 ആയപ്പം ഈ കമ്പനിക്ക് ഒഫീഷ്യൽ രജിസ്ട്രേഷനൊക്കെ കിട്ടി. എങ്കിൽ ആ ആദ്യത്തെ 3 മാസത്തെ പ്രീ ഇൻകോർപ്പറേഷൻ എന്നും പിന്നീട് അങ്ങോട്ട് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡുമാണ്. അപ്പം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ 1 ഏപ്രിൽ തന്നെ അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അവർക്ക് പ്രോഫിറ്റ് കിട്ടി തുടങ്ങി എന്നുണ്ടെങ്കിൽ ആ ഇൻകോർപ്പറേഷൻ ആകുന്നതിന് മുമ്പുള്ള 3 മാസത്തെ ലാഭത്തിന് നമ്മൾ പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ എന്ന് പറയും. അതിനുശേഷം വരുന്നത് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റ് ആണെന്ന് പറയും. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തൊരു പ്രോബ്ലമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടെക്സ്റ്റിലെ ഇല്ലസ്ട്രേഷൻ നമ്പർ 2 ആണ്. എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഇറ്റ് വാസ് ഇൻകോർപ്പറേറ്റഡ് ഓൺ 1 ഓഗസ്റ്റ് 2017. ഇൻകോർപ്പറേറ്റ് ചെയ്തത്, രജിസ്ട്രേഷൻ ആയത് 1 ഓഗസ്റ്റ് 2017 ടു ടേക്ക് ഓവർ ദ ബിസിനസ് ഓഫ് മഹേഷ് ബ്രൗസ് ആസ് എ ഗോയിങ് കൺസേൺ വിത്ത് ഇഫക്റ്റ് ഫ്രം 1 മാർച്ച് 2017. മാർച്ച് 2017 1 തുടങ്ങിയതാണ്. ഓഗസ്റ്റ് 1 ആ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തു. എ ലിമിറ്റഡ് ആണ് അത് ഏറ്റെടുത്ത് അത് ഒരു കമ്പനിയാക്കി മാറ്റിയിരിക്കുന്നത്. ആ കമ്പനിയുടെ മാർച്ച് 31, 2018 വരെയുള്ള, അപ്പോൾ ഒരു വർഷം എന്ന് പറയുമ്പം 1 ഏപ്രിൽ 2017 ടു 31 മാർച്ച് 2018 വരെയാണ് ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയം വരെയുള്ള അവരുടെ സെയിൽസ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. ഇനി ആ കമ്പനി 60,000 രൂപ സെയിൽസ് നടത്തിയിരിക്കുന്നത് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിൽ 4 മാസം മുമ്പാണ്. അതായത് 1 ഓഗസ്റ്റിലാണ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ 1 മാർച്ചിലാണ് ബിസിനസ് തുടങ്ങിയെങ്കിൽ നമുക്ക് അത് നോക്കണ്ട, ആ മാസത്തെ നമുക്ക് നോക്കണ്ട. 1 ഏപ്രിൽ തൊട്ട് നോക്കിയാൽ, കാരണം ഏപ്രിൽ തൊട്ട് അടുത്ത മാർച്ച് വരെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ അത് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡാണ്. ഓഗസ്റ്റ് തൊട്ട് പോസ്റ്റ് ഇൻകോർപ്പറേഷനാണ്. അപ്പോൾ ആദ്യത്തെ 4 മാസത്തെ സെയിൽസ് 60,000 രൂപ. അപ്പോൾ ബാക്കി 2,60,000 കഴിഞ്ഞുള്ള ബാക്കി 1,40,000 രൂപ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഇനി ഇവിടെ ആ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്ത് തന്നിട്ടുണ്ട്. സാലറീസ് 12,000, റെൻറ്റം 5,400, ഇലക്ട്രിസിറ്റി ചാർജ് 2,200, ഡയറക്ടേഴ്സ് ഫീ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, ക്യാരിയേജ് ഡിസ്കൗണ്ട്, സെയിൽസ്മാൻസ് കമ്മീഷൻ, റിപ്പയർ റിന്യൂവൽ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഡിബഞ്ചർ ഇൻട്രസ്റ്റ്, ബാങ്ക് ചാർജസ്, ബാഡ് ഡെറ്റ്സ്, മിസ്ലേനിയസ് എക്സ്പെൻസസ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ്. കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് 1,20,000. അപ്പോൾ ഇതിൽ പോസ്റ്റ് പീരീഡിൽ എത്ര ഉണ്ടായി, പ്രീ പീരീഡിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എത്ര ലാഭം, എത്ര എക്സ്പെൻഡിച്ചറായി, ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം എത്ര എക്സ്പെൻഡിച്ചറായെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി 2 തരത്തിലുള്ള റേഷ്യോസ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് സെയിൽസ് റേഷ്യോ എന്ന് പറയുന്നതും മറ്റൊന്ന് ടൈം റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഓൾറെഡി ഓരോ എക്സ്പെൻഡിച്ചർ വന്നു കഴിഞ്ഞാൽ അതിന് ഏതൊക്കെ രീതിയിൽ ഡിവൈഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. കാരണം പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിലുള്ള ചിലവ് എക്സ്പെൻഡിച്ചർ എത്ര ആണെന്നും പോസ്റ്റ് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇപ്പം ബാഡ് ഡെറ്റ്സ് എന്നൊരു ഐറ്റം വന്നു കഴിഞ്ഞാൽ അതിൽ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിൽ എത്ര വന്നു, പോസ്റ്റ് ഇൻകോർപ്പറേഷനിൽ എത്ര വന്നു, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് അലോട് പ്രീ ഇൻകോർപ്പറേഷൻ എത്ര ഡിസ്കൗണ്ട് കൊടുത്തു, പോസ്റ്റിൽ എത്ര ഡിസ്കൗണ്ട് കൊടുത്തു, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള എക്സ്പെൻഡിച്ചർ വന്നാൽ എന്ത് റേഷ്യോയിൽ അതിനെ ഡിവൈഡ് ചെയ്യണമെന്നൊരു റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് ടൈം റേഷ്യോ തന്നിട്ടുണ്ട്, പിന്നെ ഒന്ന് സെയിൽസ് റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന എക്സ്പെൻഡിച്ചറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ സെയിൽസ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. ഇവിടെ പറയുന്ന എക്സ്പെൻഡിച്ചർ കണ്ടു കഴിഞ്ഞാൽ അതിനെ ടൈം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. അതെന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് സെയിൽസ് റേഷ്യോ ഡിവൈഡ് ചെയ്യണം. ബാഡ് ഡെറ്റ്സ്, ഡിസ്കൗണ്ട് അലൗഡ്, ക്യാരേജ് ഔട്ട്വേർഡ്, സെല്ലിംഗ് എക്സ്പെൻസസ്, സെയിൽസ്മാൻസ് കമ്മീഷൻ, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ്, ഡെലിവറി എക്സ്പെൻസസ്, ഫ്രീ സാമ്പിൾസ്, ആഫ്റ്റർ സെയിൽ സർവീസ് കോസ്റ്റ്, സാലറീസ് ഓഫ് സെയിൽസ്മാൻ, സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസസ്, വേരിയബിൾ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, ഈ പറയുന്നതെല്ലാം നമ്മൾ സെയിൽസ് റേഷ്യോയിൽ വേണം ഡിവൈഡ് ചെയ്യാൻ. എന്നാൽ ടൈം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യേണ്ടതാണ് ഫിക്സഡ് നേച്ചർ ഉള്ളതായിരിക്കും അത് മിക്കവാറും. റെൻ്റ്, റേറ്റ് ആൻഡ് ടാക്സസ്, ഡിപ്രിസിയേഷൻ, ഇതെല്ലാം ടൈമിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്നതാണ്. സാലറീസ് ഓഫ് ജനറൽ സ്റ്റാഫ്, ഇൻഷുറൻസ്,
ഇൻട്രസ്റ്റ് ഓൺ പർച്ചേസ് കൺസിഡറേഷൻ, ഓഡിറ്റ് ഫീ, ജനറൽ എക്സ്പെൻസസ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഓഫീസ് എക്സ്പെൻസസ്, ഫിക്സഡ് എക്സ്പെൻസസ്, അതുപോലെ മിസ്ലേനിയസ് എക്സ്പെൻസസ്, ഫിക്സഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, ജനറൽ ട്രാവലിംഗ് എക്സ്പെൻസസ്, ഇതെല്ലാം ടൈം റേഷ്യോയിലാണ്. എന്നാൽ ഇതിനൊരു എക്സംഷൻ പറയുന്നുണ്ട്. പ്രിലിമിനറി എക്സ്പെൻസസ്, ഡയറക്ടേഴ്സ് സാലറി ഓർ ഫീ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആക്ച്വൽ കോസ്റ്റ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റിനെതിരെ, അതായത് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റിനകത്തുനിന്ന് കുറയ്ക്കേണ്ട ചിലവുകളാണ് പ്രിലിമിനറി എക്സ്പെൻസ്, ഡയറക്ടേഴ്സ് സാലറി, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എന്നൊക്കെ. അതൊരിക്കലും ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ നോക്കൂ, നമ്മുടെ പ്രോബ്ലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സാലറീസ്, റെന്റ്, റേറ്റ് എന്നൊക്കെ പറയുന്നതിന് ആദ്യം നമ്മൾ ഇതിൽ ഏത് കാറ്റഗറി അനുസരിച്ച് ഇതിനെ ഡിവൈഡ് ചെയ്യണമെന്ന് അറിയണം. അപ്പോൾ നമുക്ക് രണ്ട് റേഷ്യോ വേണ്ടത്, ഒന്ന് ടൈം റേഷ്യോ, രണ്ട് സെയിൽസ് റേഷ്യോ. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ഇവിടെ ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്ന ഒരു കാര്യം നോക്കാം. 200 ഓഫ് ദി ബാഡ് ഡെറ്റ്സ് arose out of sales made during the period of 1st April to 1st August. അതായത് ഈ 1st April to 1st August 2017 എന്ന് പറയുന്നത് നമ്മുടെ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് ആണ്. ആ പീരീഡിലുള്ളത് ആണ് 200 രൂപ ബാഡ് ഡെറ്റ്സ്. ബാഡ് ഡെറ്റ്സിൻ്റെ എമൗണ്ട് ഇവിടെ പറയുന്നുണ്ട് 700 രൂപ. 200 രൂപ പ്രീ ഇൻകോർപ്പറേഷൻ ആണെങ്കിൽ ബാക്കി 500 രൂപ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ. അപ്പോൾ അവിടെ നമുക്ക് ടൈം റേഷ്യോ വെച്ച് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ സെയിൽസ് റേഷ്യോ വെച്ച് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ആക്ച്വൽ എത്ര ആണെന്ന് തന്നെ കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ പറയാത്തതിനെയാണ് നമുക്ക് ഏതെങ്കിലും ഒരു റേഷ്യോ വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടത്. നമുക്കിവിടെ ആദ്യം ഈ രണ്ട് റേഷ്യോകളൊന്ന് കണ്ടുപിടിക്കാം. മാർച്ച് 1 2017 ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ഏപ്രിൽ 2017 തൊട്ട് 31 മാർച്ച് 2018 വരെയാണ്. കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് 1 ഓഗസ്റ്റ് 2017. അപ്പോൾ അതിന് മുമ്പുള്ള പീരീഡാണ് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ്. സോ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത് 1 ഏപ്രിൽ 2017 തൊട്ട് 1 ഓഗസ്റ്റ് 2017, 4 മാസമാണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. ഓഗസ്റ്റ് 1 നമുക്ക് കൂട്ടണ്ട. പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത് 1 ഓഗസ്റ്റ് 2017 തൊട്ട് 31 മാർച്ച് 2018 വരെയാണ്. അതായത് 8 മാസമാണ്. അങ്ങനെയാണെങ്കിൽ ടൈം റേഷ്യോ എന്ന് പറയുന്നത് ഈ 4:8 എന്ന് പറയുന്നത് 1:2 ആയിട്ട് പറയാം. ഇനി സെയിൽസ് റേഷ്യോ എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ് ടോട്ടൽ സെയിൽസ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് ആദ്യത്തെ, അതായത് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിലെ സെയിൽസ് 60,000 രൂപയാണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2 ലക്ഷത്തിൽ നിന്നും 60,000 രൂപ കുറച്ച് കഴിഞ്ഞാൽ 1,40,000 ആണ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ. അങ്ങനെയാണെങ്കിൽ സെയിൽസ് റേഷ്യോ എന്ന് പറയുന്നത് 6:14. അതിനെ നമുക്ക് വീണ്ടും ഏറ്റവും ലോവസ്റ്റ് കൊണ്ടുവന്ന 3:7 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഇപ്പോൾ രണ്ട് റേഷ്യോ അനുസരിച്ചാണ്. ടൈം റേഷ്യോ കിട്ടി 1:2, സെയിൽസ് റേഷ്യോ 3:7. നമ്മളിതിനെ രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സാലറീസ് നമുക്കറിയാം ടൈം റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, ഫിക്സഡ് നേച്ചറുള്ളതാണ്. റെൻറ്റ് ടൈം റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇലക്ട്രിസിറ്റി ടൈം റേഷ്യോ ഡിവൈഡ് ചെയ്യണം. ഡയറക്ടേഴ്സ് ഫീസിനെ പറ്റി പ്രത്യേകം പറയുന്നുണ്ട്. അത് പോസ്റ്റ് ഇൻകോർപ്പറേഷനിലേക്ക് മാത്രം, അതായത് ഈ 4,000 രൂപയും പോസ്റ്റിലേക്ക് മാത്രം എടുത്ത് എൻ്റർ ചെയ്യേണ്ടതാണ്. പ്രീ ഇൻകോർപ്പറേഷനിൽ എഴുതേണ്ട ആവശ്യമില്ല. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിവഞ്ചറും അതുപോലെ തന്നെയാണ്, ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പോസ്റ്റ് ഇൻകോർപ്പറേഷനിലേക്ക് നേരിട്ട് നമുക്ക് എക്സ്പെൻഡിച്ചറായിട്ട് എഴുതാവുന്നതാണ്. ക്യാരിയേജ് എന്ന് പറയുന്നത് സെയിൽസ് റേഷ്യോ അനുസരിച്ച് വേണം ഡിവൈഡ് ചെയ്ത് പോകാൻ. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് സെയിൽസ് റേഷ്യോ അനുസരിച്ച് വേണം ഡിവൈഡ് ചെയ്ത് പോകാൻ. ഇത് നമ്മൾ നേരത്തെ തന്ന ബേസിസിനകത്ത് കിടപ്പുണ്ട്. സെയിൽസ്മാൻ്റെ സാലറി സെയിൽസ് റേഷ്യോ ഡിവൈഡ് ചെയ്യണം. എന്നാൽ റിപ്പയർസ് ആൻഡ് റിന്യൂവൽസ് എന്ന് പറയുന്നത് ടൈം റേഷ്യോയിൽ വേണം ഡിവൈഡ് ചെയ്യാൻ. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടൈം റേഷ്യോ വേണം ഡിവൈഡ് ചെയ്യാൻ. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ എമൗണ്ടിൽ വേണം ചെയ്തു പോകാൻ. ബാങ്ക് ചാർജസ് എന്ന് പറയുന്നത് ടൈം റേഷ്യോയിൽ വേണം ഡിവൈഡ് ചെയ്ത് പോകാൻ. ബാഡ് ഡെറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ സെയിൽസ് റേഷ്യോയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ആക്ച്വലി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഡിവൈഡ് ചെയ്ത് പോകാം. മിസ്ലേനിയസ് എക്സ്പെൻസ് ടൈം റേഷ്യോയിൽ വേണം ചെയ്യണം, നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ളതാണ്. ഗ്രോസ് പ്രോഫിറ്റ് സെയിൽസ് റേഷ്യോയിലാണ് ചെയ്യേണ്ടതെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പ്രോബ്ലം ഒന്ന് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഏത് പ്രീ ഇൻകോർപ്പറേഷനിലെയും പോസ്റ്റ് ഇൻകോർപ്പറേഷൻ നമ്മളിവിടെ ഡിവൈഡ് ചെയ്യാൻ പോകണം. അതിനെ ഗ്രോസ് പ്രോഫിറ്റ്, ആദ്യത്തെ ഐറ്റം ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ 1,20,20,000 എന്ന് പറയുന്നുണ്ട്. സോ ഗ്രോസ് പ്രോഫിറ്റ് സെയിൽസ് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1,20,20,000 സെയിൽസ് റേഷ്യോ ആയിട്ടുള്ള സെയിൽസ് റേഷ്യോ എത്രയായിരുന്നു? 3:7. ആ റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിൽസ് റേഷ്യോനെ 3:7 എന്നുള്ള റേഷ്യോ ഡിവൈഡ് ചെയ്യുമ്പോൾ 36,000 എന്നും 84,000 എന്നും കിട്ടും. ഇനി സാലറി
അതിനെ ടൈം റേഷ്യോ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 12,000 രൂപയാണ് സാലറിയുടെ എമൗണ്ട് എന്ന് പറയുന്നത്. അതിനെ 4,000 ആൻഡ് 8,000, കാരണം സാലറി ടൈം റേഷ്യോ ആണ്. ടൈം റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 1:2. അപ്പോൾ സാലറീനെ നമ്മൾ ടൈം റേഷ്യോ ഡിവൈഡ് ചെയ്യുമ്പം ഈ 12,000 റുപ്പീസിനെ 1:2 എന്ന റേഷ്യോ ഡിവൈഡ് ചെയ്യുമ്പോൾ 4,000, 8,000. റെൻറ്റിനെ വീണ്ടും ടൈം റേഷ്യോ തന്നെ ഡിവൈഡ് ചെയ്യണം, അതായത് 1:2. 5,400 രൂപയെ 18,000 എന്നും 3,600 രൂപയെന്ന് ഡിവൈഡ് ചെയ്തു. ഇലക്ട്രിസിറ്റി ചാർജ് എന്ന് പറയുന്നതും ടൈം റേഷ്യോ തന്നെയാണ്. സോ ഇറ്റ് ക്യാൻ ബി ദി 2,700 ഈസ് ഡിവൈഡ് ഇൻ ദ റേഷ്യോ ഓഫ് 1:2, ദാറ്റ് ഈസ് 900 ആൻഡ് 1,800. എന്നാൽ ഡയറക്ടേഴ്സ് ഫീസ് എന്ന് പറയുന്നത് ആക്ച്വലി തന്നെ പോസ്റ്റ് ഇൻകോർപ്പറേഷനിൽ മാത്രം നമുക്ക് എഴുതാവുന്നതാണ്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചറും അതുപോലെ തന്നെ പോസ്റ്റ് ഇൻകോർപ്പറേഷനിലേക്ക് മാത്രം എഴുതിയാൽ മതി. കാരണം നമുക്ക് പ്രത്യേക നിർദ്ദേശമുണ്ട്, അത് പ്രീ എന്നും പോസ്റ്റ് എന്നും പറഞ്ഞ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ക്യാരേജ് സെയിൽസ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ 4,500 രൂപയെ നമ്മൾ സെയിൽസ് റേഷ്യോ 3:7 എന്ന റേഷ്യോയിലാണ് ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ഡിസ്കൗണ്ടിനെയും അതുപോലെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നു. സെയിൽസ്മാൻ കമ്മീഷൻ വീണ്ടും സെയിൽസ് റേഷ്യോ ഡിവൈഡ് ചെയ്തേക്കുന്നു. എന്നാൽ റിപ്പയർസ് ആൻഡ് റിന്യൂവൽ ടൈം റേഷ്യോ ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, അത് നമ്മൾ ടൈം റേഷ്യോ ഡിവൈഡ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് നമ്മൾ 3,000 റുപ്പീസ് ടൈം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1,400 നേരിട്ട് പോസ്റ്റിലേക്ക് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. കാരണം അങ്ങനെ നിർദ്ദേശമാണ് നമുക്കുള്ളത്. ബാങ്ക് ചാർജ് എന്ന് പറഞ്ഞാൽ ടൈം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. അത് 900-നെ 300 ആൻഡ് 600 ആയിട്ട് ഡിവൈഡ് ചെയ്തു ടൈം റേഷ്യോ ഡിവൈഡ് ചെയ്യും, അതായത് 1:2 എന്ന റേഷ്യോ ഡിവൈഡ് ചെയ്തു. ബാഡ് ഡെറ്റ്സ് സെയിൽസ് റേഷ്യോ ആണ്, പക്ഷേ ഓൾറെഡി നമ്മളോട് പറയുന്നുണ്ട് 700-200 രൂപ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ ആണ്. അപ്പോൾ ബാക്കി 500 രൂപ 200 രൂപ പ്രീ ഇൻകോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ബാക്കി 500 രൂപ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ ആണ്. പിന്നെ മിസലേനിയസ് എക്സ്പെൻസിനെ ടൈം റേഷ്യോ ഡിവൈഡ് ചെയ്യുന്നു. 3,600 രൂപയെ 1,200, 2,000. പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ടോട്ടൽ ഇവിടെ എടുക്കുമ്പോൾ ടോട്ടൽ 1,20,000 സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ്, അതിൽ 55,000 രൂപ ടോട്ടൽ എക്സ്പെൻഡിച്ചറാണ്. അങ്ങനെയാണ് നെറ്റ് പ്രോഫിറ്റ് 65,000 രൂപയായി. ഇത് ഓൾറെഡി നമുക്കറിയാവുന്നതാണ്. നമുക്ക് വേണ്ടത് പ്രീ ആൻഡ് പോസ്റ്റിലുള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണം. അപ്പോൾ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് പ്രീ ഇൻകോർപ്പറേഷനിൽ 36,000 രൂപയുണ്ട്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ നോക്കും 15,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 21,000 ആണ് പ്രീ ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ പോസ്റ്റ് ഇൻകോർപ്പറേഷനിൽ 84,000 രൂപ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എക്സ്പെൻഡിച്ചർ 40,000 ആയിരുന്നെങ്കിൽ 44,000 രൂപയാണ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ എമൗണ്ട് ആണ് നമുക്ക് പ്രധാനമായിട്ടും കണ്ടുപിടിക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ പ്രോബ്ലത്തിനകത്ത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അവർ ഇങ്ങനെ തരും ക്വസ്റ്റ്യൻ, അതായത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമ്മളൊരു കമ്പനിയുടെ ഫോർമാറ്റിൽ തന്നെ ചെയ്തു തരാൻ വേണ്ടി ചോദിക്കും. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 12,000, ദെൻ അതിൻ്റെ എക്സ്പെൻഡിച്ചർ എല്ലാം ബാക്കി ഇൻകം എല്ലാം കൂടെ കൂട്ടിയിട്ട് ബാക്കി 1,20,000 തന്നെ. പിന്നെ എംപ്ലോയീസ് ബെനിഫിറ്റ് 12,000 രൂപയാണ്. ഫിനാൻസ് കോസ്റ്റ്, ഡിബഞ്ചർ, ബാങ്ക്, ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിലാണ് തരുന്നതെങ്കിൽ ഒന്നുമില്ല, ടോട്ടൽ എക്സ്പെൻസ് അങ്ങനെ 60,000 ലാഭം. സെയിം ഫോർമാറ്റിൽ ഉള്ളതിനകത്ത് 2 എക്സ്ട്രാ കോളം കൂടെ വരുത്തുന്നു. 3 എക്സ്ട്രാ കോളം, ഒന്നും ബേസിസ് ഓഫ് അപ്പോർഷൻമെൻറ്റും പിന്നെ പ്രീ ഇൻകോർപ്പറേഷൻ ആൻഡ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ, അത് രണ്ടും എടുത്ത് എഴുതിയിട്ട് ഈ പറയുന്ന എമൗണ്ട് ഈ പറഞ്ഞിരിക്കുന്ന തന്നെ അതുപോലെ എടുത്ത് എഴുതിയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ടൈം റേഷ്യോ സെയിൽസ് റേഷ്യോ അനുസരിച്ച് ഇതിനെ നേരത്തെ ചെയ്ത പോലെ ഡിവൈഡ് ചെയ്യുക. സ്റ്റെപ്സ് ഈ ക്വസ്റ്റ്യൻ പോലെ തന്നെ സ്റ്റെപ്സ്, പക്ഷേ നമ്മൾ 2 കോളം കൂടെ എക്സ്ട്രാ കൊടുത്ത് അതിനെ ഡിവൈഡ് ചെയ്ത് അപ്പോഴും സെയിം ഫിഗർ തന്നെ നമുക്ക് വരും. ഇതാണ് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ കണ്ടുപിടിക്കാനുള്ള രീതി എന്ന് പറയുന്നത്.